ഹലോ അങ്ങനെ ഡേ 2 അറ്റ് തായ്ലൻഡ്. അപ്പോൾ നമ്മൾ മാച്ചിങ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഈ പ്രാവശ്യം പുറത്തിറങ്ങിയത് കേട്ടോ. അപ്പോൾ നമ്മൾ 4-സ്റ്റാർ ഹോട്ടലിലായിരുന്നു സ്റ്റേയും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് നമുക്ക് ടെൻഷൻ അടിക്കേണ്ടേ വന്നില്ല. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് സാധാരണ ബ്രെഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടായിരുന്നു. അതിനുശേഷം നമ്മൾ അത്യാവശ്യം എല്ലാ സംഭവങ്ങളും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു സംഭവമായിരുന്നു ചിക്കൻ്റെ ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ. പക്ഷേ അടിപൊളി ഒരു സംഭവമായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് ഫ്രൂട്ട്സ് ആണ്. കട്ട് ഫ്രൂട്ട്സ് ആണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ അതിൽ ഏറ്റവും കൂടുതൽ ഇവിടെ കണ്ടുവന്നൊരു ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട്. നമ്മുടെ നാട്ടിലെ പോലെയല്ല, കുറച്ചും കൂടെ മധുരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതേപോലെ പൈനാപ്പിൾ, എല്ലാ ഫ്രൂട്ട്സും നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മൾ നേരെ പോയത് പട്ടായ ബീച്ചിലോട്ടാണ്. ബീച്ചിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോസ് ഒന്നുമില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വലിയ കാര്യത്തിൽ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ പോയത് ഈ ഒരു വലിയ മോളിലാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ രാജ്യത്തെയും റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു മോളാണ്. എന്ന് വെച്ചാൽ പാരീസ് ആണെങ്കിൽ ഈഫിൾ ടവർ ഉണ്ടാവും, അതുപോലെ സ്വിറ്റ്സർലൻഡ്, അങ്ങനെ ആ ഒരു കൺട്രിയിൽ കിട്ടുന്ന ഐറ്റംസൊക്കെ നമുക്ക് ഈ ഒരു മോളിൽ അവൈലബിൾ ആയിരുന്നു. റേറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കൂടുതലാണ്, എന്നാൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലേസ് ആട്ടോ. അതേപോലെ ഡിഫറെൻറ്റ് ബ്രാൻഡ്സ് നമുക്ക് അവിടെ കാണാമായിരുന്നു. പിന്നെ നമുക്ക് ഇവിടെ ₹100 പോലെ പാത്ത് ആണ് കൊടുത്തിട്ടാണ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുക. വന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി. അപ്പോൾ നിങ്ങൾ വന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് കാണാം. അപ്പോൾ ടാറ്റാ ബൈ ബൈ.